ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം പുരോഗമിക്കുന്നു. നിഫ്റ്റി സർവകാല റെക്കോർഡിലെത്തി. സെൻസെക്സ് 300 പോയിന്റ് ഉയർന്നു. സൂചികകൾ പുതിയ ഉയരങ്ങളിലെത്തുന്നത് ഈ വർഷം ഇത് 6ാം തവണ. പിന്തുണച്ച് ആഭ്യന്തര നിക്ഷേപകർ. ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവ്. നിക്ഷേപം 82% കുറഞ്ഞു. രേഖപ്പെടുത്തിയത് 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ ഇടിവ്. $2.6 ബില്യൺ സമാഹരിക്കുന്നതിന് സോവറിൻ ഫണ്ടുകളുമായി ചർച്ച നടത്തി അദാനി ഗ്രൂപ്പ്. തുക വിനിയോഗിക്കുക എയർപോർട്ട് വിപുലീകരണത്തിനും ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കുമായി. ലണ്ടൻ, ദുബായ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ നിക്ഷേപകരുമായി ചർച്ച നടത്തി. 2047 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $358 ട്രില്യൺ എത്തുമെന്ന് നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത്. 3 പതിറ്റാണ്ടിനിടെ 10% വളർച്ച കൈവരിക്കും. 2027 ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ്ഘടനയായി മാറുമെന്നും അമിതാഭ് കാന്ത്. ഇ-കൊമേഴ്സ് പോരാട്ടത്തിനൊരുങ്ങി സൊമാറ്റോ. ഇ-കൊമേഴ്സ് വഴി കൂടുതൽ ഡെലിവറികൾ ലഭ്യമാക്കുന്നതിനായി ബ്ലിങ്കിറ്റിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും. പ്ലാറ്റ്ഫോമിലൂടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അതിവേഗം ലഭ്യമാക്കും. മുൻനിര കമ്പനികളുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. അമേരിക്കയിലെ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് സമിതിയുടെ നാണയപ്പെരുപ്പ വിലയിരുത്തൽ കാത്തിരിക്കുകയാണ് നിക്ഷേപകർ. ഈ ആഴ്ച വിപണിയുടെ ഒരു ചലനങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുക ഈ തീരുമാനങ്ങളൊക്കെ ആയിരിക്കും. അതേസമയം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് വലിയ മുന്നേറ്റത്തോടെ വ്യാപാരം നടക്കുകയാണ്. ഒരു റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഓഹരി വിപണി. ബാങ്ക് ഓഹരികളിലും ഓട്ടോ, പവർ, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ ഒക്കെ തന്നെ വലിയൊരു പിന്തുണ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ട്. നിഫ്റ്റി സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരു ഗ്രീൻ സിഗ്നലിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50യിൽ 118 പോയിന്റ് ഉണർവിൽ 22,159 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പോയത് 22,171 പോയിന്റ് വരെ ഏറ്റവും ഹൈയിൽ പോയിരുന്നു. അതിനുശേഷം നിലവിൽ 22,159 വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, അതുപോലെ തന്നെ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ തന്നെ വളരെ പോസിറ്റീവിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 255 പോയിന്റ് ഉണർവിൽ 46,639 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ വലിയൊരു ബാങ്കിംഗ് മേഖലയിൽ നിന്ന് വലിയൊരു പിന്തുണ ഓഹരി വിപണിക്കുണ്ട്. അത് കുറച്ച് പ്രൈവറ്റ് സെക്ടേഴ്സേക്കാൾ കൂടുതൽ പിന്തുണ നൽകുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെയാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിലും വളരെയൊരു ആത്മവിശ്വാസം പ്രകടമാണ്. സെൻസെക്സിന്റെ സൂചിക 269 പോയിന്റ് ഉണർവിൽ 72,695 നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥി എത്തുന്നത് DBFSന്റെ ഡയറക്ടറായ KV സാമുവലാണ്. ഗുഡ് ആഫ്റ്റർനൂൺ KV സാമുവൽ. ഓഹരി വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസത്തോടെയൊക്കെ തന്നെ വ്യാപാരം പുരോഗമിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു കരുതലുകൾ എന്തൊക്കെയായിരിക്കും? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ KV സാമുവൽ, കേൾക്കാമോ? കേൾക്കാം. ഓഹരി വിപണി വലിയൊരു ശക്തി. ഹലോ, കേൾക്കാമോ? ഏതായാലും ഓഹരി വിപണി വലിയൊരു ആത്മവിശ്വാസത്തിലൂടെ തന്നെ മുന്നേറുകയാണ്. സെൻസെക്സ് സൂചികളിലും നിഫ്റ്റി സൂചികളിലും ആത്മവിശ്വാസം പ്രകടമാണ്. ഓട്ടോ, ബാങ്കിങ്, അതുപോലെ തന്നെ ഫാർമ ഓഹരികളിലൊക്കെ ഒരു ആത്മവിശ്വാസം നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. വിദേശ നിക്ഷേപകർക്കൊപ്പം തന്നെ ആഭ്യന്തര നിക്ഷേപകർക്കും ഉണ്ടായ ഒരു വലിയൊരു പിന്തുണ ഇന്നത്തെ ഓഹരി വിപണിയിൽ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ ഒരു നിക്ഷേപകരുടെ ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്കൊക്കെ എത്താൻ സഹായിച്ചത് പ്രധാനമായും ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണെന്ന് പറയാം. വീണ്ടും നമ്മൾ ഗസ്റ്റിലേക്ക് എത്തുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV സാമുവൽ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നിഫ്റ്റി ഫ്രഷ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ റെക്കോർഡ് ഹൈ എന്ന് പറയുന്നത് 21,167 ഏകദേശം 120 പോയിന്റ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് നടത്തുന്നത്. അതുപോലെ സെൻസെക്സും ഏകദേശം ഓൾ ടൈം ഹൈയോട് അടുത്താണ് ട്രേഡ് നടത്തുന്നത്. ഓൾ ടൈം ഹൈ 73,427 ഇപ്പോൾ ഏകദേശം 72,800 അടുത്താണ്. 356 പോയിന്റ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് നടത്തുന്നത്. LICയുടെ ഷെയർ ഏകദേശം 2% ഉയർന്നായിരുന്നു. അത്
ഒരു പ്രത്യേക ന്യൂസ് ഉണ്ടായിരുന്നു. ഇൻകം ടാക്സിൽ നിന്ന് 21,740 രൂപയുടെ റീഫണ്ട്, കോടി രൂപയുടെ റീഫണ്ട് LICക്ക് കിട്ടിയെന്നുള്ളതാണ് ആ ന്യൂസ്. ഇത് LICയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ കസ്റ്റമേഴ്സിന് PSU ബാങ്ക് സ്റ്റോക്സിനാണ് പ്രിഫറൻസ് പ്രൈവറ്റ് ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് മാർക്കറ്റ് അനലിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഓഹരികള് ഗ്രാസിൽ 62 രൂപ ഉയർന്ന 2160 ബജാജ് ഫിൻസർവ് 37 രൂപ ഉയർന്ന് 1612 ബജാജ് ഓട്ടോ 185 രൂപ ഉയർന്ന് 8510 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇടിവ് നേരിട്ട ഓഹരികള് SBI ലൈഫ് 20 രൂപ കുറഞ്ഞ് 1488 HDFC ലൈഫ് 6 രൂപ കുറഞ്ഞ് 586 L&T 30 രൂപ കുറഞ്ഞ് 3387 ട്രേഡ് നടക്കുന്നത്. ഗോൾഡ് കഴിഞ്ഞ ആഴ്ചത്തെ ഇടിവിന് ശേഷം വീണ്ടും 2000 മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം $2020 ട്രേഡ് നടത്തുന്നത്. ഇന്നത്തെ അതിന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് $2033 $2011. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഒരു സ്റ്റഡി മാർക്കറ്റാണ്. ക്ലോസിംഗ് വരെയും ഈ ഗെയിൻസ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ബാക്കി അപ്ഡേറ്റ് ഈവനിങ് അപ്ഡേറ്റിൽ തരുമെന്നായിരിക്കും. നന്ദി. ശ്രീ KV സാമുവലാണ് മാർക്കറ്റിൽ അതിഥിയായെത്തിയത്. ഏതായാലും വിദേശ നിക്ഷേപകർക്കൊപ്പം ആഭ്യന്തര നിക്ഷേപകരുടെയുമൊക്കെ വലിയൊരു പിന്തുണ വിപണിയിൽ ദൃശ്യമാണ്. മാർക്കറ്റ് വ്യൂവിന്റെ ഇൻട്രാഡേ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വിപണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇനി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ അറിയാം.